കീമോതെറാപ്പിയേക്കാൾ നല്ലത് നാരങ്ങാ വെള്ളമാണെന്നും ഭക്ഷണം ഓരോ ഉരുളയും 32 തവണ ചവച്ചരച്ച് കഴിക്കണമെന്നും ഉൾപ്പെടെയുള്ള വിചിത്രമായ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകിയ ഇന്ത്യൻ വംശജയായ NHS ഡയറ്റീഷ്യൻ അപർണ ശ്രീവാസ്തവയെ സർവീസിൽ നിന്ന് ബ്രിട്ടൻ സസ്പെൻഡ് ചെയ്തു. ഹള്ളിലെ സിറ്റി ഹെൽത്ത് കെയർ പാർട്ട്ണർഷിപ്പിൽ ഡയറ്റീഷ്യനായി ജോലി ചെയ്തിരുന്ന ഇവർ ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഉപദേശങ്ങൾ രോഗികൾക്ക് നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷൻസ് ട്രിബ്യൂണൽ സർവീസ് നടപടിയെടുത്തത്. നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ഇപ്പോൾ 6 മാസത്തേക്ക് കൂടി ഇവരുടെ സസ്പെൻഷൻ നീട്ടിയിരിക്കുകയാണ്. ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പിയേക്കാൾ 1000 മടങ്ങ് ഫലപ്രദമാണ് ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നതെന്ന ഇവരുടെ വാദം സഹപ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചു. പഞ്ചസാര ഒഴിവാക്കിയാൽ ക്യാൻസർ കോശങ്ങൾ താനെ നശിക്കുമെന്നും പ്രതിദിനം 3 സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കുന്നത് രോഗത്തെ അകറ്റി നിർത്തുമെന്നും ഇവർ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഒരു സഹപ്രവർത്തകയ്ക്ക് അയച്ച ഇമെയിലിലൂടെയാണ് ഇവരുടെ ഇത്തരം വിചിത്രമായ നിലപാടുകൾ പുറം ലോകമറിഞ്ഞത്. എന്നാൽ താൻ തെറ്റായ പ്രചരണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് ഇത് അയച്ചതെന്ന അപർണയുടെ വാദം ട്രിബ്യൂണൽ തള്ളി. രോഗികൾക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ പലതും അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നവയായിരുന്നു. 91 വയസ്സുള്ള ക്യാൻസർ രോഗിയോട് സഹജ യോഗ ചെയ്യാൻ നിർദ്ദേശിച്ചതും സീലിയാക് ഡിസീസ് ഉള്ള രോഗിയോട് ഗ്ലൂട്ടൻ അടങ്ങിയ ബാർലി കഴിക്കാൻ പറഞ്ഞതും ഗുരുതരമായ വീഴ്ചയായി പാനൽ വിലയിരുത്തി. ചെറു ചൂടുള്ള വെള്ളം കുടിക്കാനും ഓരോ വായ ഭക്ഷണവും കൃത്യം 32 തവണ ചവയ്ക്കാനും ഇവർ കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ മരുന്നുകൾക്ക് പകരം പ്രത്യേക ബ്രാൻഡിലുള്ള ആപ്പിൾ സൈഡർ വിനാഗിരിയും ലിഡിൽ സൂപ്പർമാർക്കറ്റിലെ കുക്കീസും കഴിക്കാൻ നിർദ്ദേശിച്ചതും അധികൃതരെ ചൊടിപ്പിച്ചു. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്ന പേരിൽ ക്ലാസിക് FM റേഡിയോ കേൾക്കാനും ഇന്ത്യൻ പുല്ലാങ്കുഴൽ സംഗീതം ആസ്വദിക്കാനും ഇവർ രോഗികളോട് നിർദ്ദേശിച്ചിരുന്നു. സംഗീതം കേൾക്കുന്നത് നല്ലതാണെങ്കിലും ശാസ്ത്രീയമായ ചികിത്സാ രീതികൾക്ക് പകരം ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. മതിയായ ക്ലിനിക്കൽ തെളിവുകളില്ലാതെ രോഗികളെ തെറ്റായ വഴിക്ക് നയിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും പാനൽ കണ്ടെത്തി. 2 വർഷത്തെ പരിശീലന നിയന്ത്രണങ്ങൾക്ക് ശേഷവും അപർണയുടെ പ്രവൃത്തികളിൽ മാറ്റമില്ലെന്ന് കണ്ടതോടെയാണ് കർശനമായ സസ്പെൻഷൻ നടപടിയിലേക്ക് അധികൃതർ നീങ്ങിയത്. നിലവിൽ ഇവരുടെ പ്രൊഫഷണൽ യോഗ്യതയും കഴിവും പുനഃപരിശോധനയിലാണ്. രോഗികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടിയെന്നും മെഡിക്കൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇത്തരം ചികിത്സാ രീതികൾ വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്നും NHS വ്യക്തമാക്കി. അപർണ ശ്രീവാസ്തവയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഡയറ്റീഷ്യൻ എന്ന നിലയിലുള്ള അവരുടെ കരിയറിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്.